ലോകത്തിലെ വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്ന്, വലിയ സാധ്യതകളുള്ള ഒരു ഭൂമി, അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നൈജീരിയ. പക്ഷേ അതേസമയം വേദനയും അനീതികളും നിറഞ്ഞ ദുരന്ത ഭൂമി കൂടിയാണ് നൈജീരിയ. ഓയിൽ സമ്പത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ധനിക രാജ്യം. പക്ഷേ ആ നൈജീരിയയുടെ പൗരന്മാർ പട്ടിണിയിലാണ്. ജനാധിപത്യ രാജ്യം, പക്ഷേ അഴിമതിയുടെ പിടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. നൈജീരിയയുടെ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളെക്കുറിച്ച്, അവിടെ നിലനിൽക്കുന്ന അഴിമതിയുടെ കറുത്ത മേഘങ്ങളെക്കുറിച്ച്, ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച്, അതോടൊപ്പം അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈജീരിയയെക്കുറിച്ച് പറഞ്ഞ വിവാദപരമായ ചില പരാമർശങ്ങൾ എല്ലാം നോക്കാം നമുക്ക് ഈ എപ്പിസോഡിൽ. നൈജീരിയൻ ജനത, അവരുടെ ഏറ്റവും വലിയ തലവേദന എന്താണെന്നറിയുമോ? അത് ടാക്സ് ആണ്. അതെ, നികുതി. നൈജീരിയയിൽ വാർഷിക വരുമാനം $10,000 കവിയുന്ന ഒരാളും, ഏകദേശം നൈജീരിയൻ കറൻസിയായ 1.5 കോടി നൈറ, അതിന് പുറത്തുള്ള ഒരാളും ടാക്സ് കൊടുക്കുന്നില്ല അത്രേ. ഇതൊരു ദുരന്തമാണ്. ടാക്സ് കൊടുക്കാതെ ഗവൺമെൻറ്റിന് എങ്ങനെയാണ് പണം കിട്ടുക? ഗവൺമെൻറ്റിന് പണമില്ലാതെ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണം നടത്താൻ സാധിക്കുക? ഇറക്കുമതി ടാക്സ് ആണെങ്കിലോ അതുപോലും പിരിക്കാൻ നൈജീരിയയിൽ വഴിയില്ല അത്രേ. ആപ്പിൾ, സാംസങ് അടക്കമുള്ള ഭീമൻ അന്താരാഷ്ട്ര കമ്പനികൾ, ലോകത്തെ വലിയ വലിയ ബ്രാൻഡുകൾ, അവരെല്ലാം നൈജീരിയയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പൈസ പോലും നൈജീരിയൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറക്കുമതി ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു ചെറിയ തുക വേണ്ടപ്പെട്ടവർക്ക് കൈമടക്കാക്കി കൊടുക്കും. അതൊരു ബ്രൈബാണ്, അഴിമതിയാണ്, അത്രമാത്രം. ഓയിൽ ഒഴികെയുള്ള നിരവധി എക്സ്പോർട്ടുകൾ നൈജീരിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഓയിൽ ഒഴികെയുള്ള എല്ലാ എക്സ്പോർട്ടുകൾക്കും ഒരു ലേവിയും പിടിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അത്രേ. പക്ഷേ ഓയിലിൻ്റെ കാര്യം മാത്രം അല്പം വ്യത്യസ്തമുണ്ട്. നൈജീരിയയുടെ 90% വരുമാനവും NNPC എന്ന നൈജീരിയൻ നാഷണൽ പെട്രോളിയം കോർപ്പറേഷനാണ് നൽകുന്നത്. അവർ ഓയിൽ കമ്പനികളുടെ 51% ഷെയർ ഹോൾഡ് ചെയ്യുന്നവരാണ്. മോബിൾ, ഷെൽ, ടോട്ടൽ, ഷെവ്രോൺ ഇങ്ങനെ തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര കമ്പനികളും നൈജീരിയൻ കമ്പനികളും ഓയിൽ കുഴിക്കുന്നുണ്ട് ആ രാജ്യത്ത്. അവരുടെ ലാഭവിഹിതം മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ട്രഷറി, ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ സമ്പത്തൊക്കെ എവിടെയാണ് പോകുന്നത്? റോഡുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ ഒന്നും പ്രോപ്പറല്ല നൈജീരിയയിൽ. അഴിമതിയാണ് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം, മുൻ മിലിറ്ററി പ്രസിഡൻ്റായിരുന്ന നൈജീരിയയിലെ സാനി അബാച്ച ഈ NNPCയിൽ നിന്ന് $8 ബില്യൺ അടിച്ചു മാറ്റിയ വിവരം മുമ്പ് പുറത്തു വന്നിരുന്നു. കമ്പനികളിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടും ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷേ NNPC പുറത്തുവിടുന്ന കണക്കുകളും ഇവർക്ക് കിട്ടുന്ന ഡിവിഡൻഡും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. അതാണ് നൈജീരിയയുടെ സാമ്പത്തിക കഥ. ഇങ്ങനെ $ബില്യൺ കണക്കിലാണ് അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത്. NNPC ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ബ്ലാക്ക് ഹോളാണ് അത്രേ. സമ്പത്ത് വലിച്ചെറിഞ്ഞിട്ട് ഒന്നും തിരിച്ചു നൽകാത്ത, ആ രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് സംഭാവന നൽകാത്ത ഒരു ബ്ലാക്ക് ഹോൾ. ഇതിൻ്റെ ഫലം എന്താണ്? നൈജീരിയൻ കറൻസിയായ നൈറ 10 വർഷങ്ങൾക്ക് മുമ്പ് $1 200 നൈറയായിരുന്നു ഈ നൈറയുടെ മൂല്യം. ഇന്ന് ഇത് 1500 നൈറയിൽ അധികമായിരിക്കുന്നു. രാജ്യത്തെ കറൻസിക്ക് ഒരു വിലയുമില്ല. ഇത് വിലയിടിവ് മാത്രമല്ല, ജനങ്ങളുടെ ജീവിതം കൂടി ഇതോടൊപ്പം തകരുകയാണ് എന്നതാണ് ഏറെ ദുഷ്കരം. ശമ്പളം, കൂലി, സാധനങ്ങളുടെ വില ഒന്നും പ്രോപ്പറല്ല, എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു പോലീസുകാരൻ്റെ മാസ ശമ്പളം എന്ന് പറയുന്നത് 1,00,000 നൈറയിൽ താഴെയാണത്രേ. അതായത് $70 താഴെ, മാസം 6,000 രൂപ മാത്രം. സ്കൂൾ ടീച്ചറും അതേപടിയാണ്. മിനിമം വേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 70,000 നൈറ മാസമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ $46 മാത്രമേ വരൂ. ഒരു രാജ്യത്ത് അംഗീകരിച്ച അടിസ്ഥാന വേതനം 3,500 രൂപയാണത്രേ. ഗവൺമെൻറ് അംഗീകരിച്ച മിനിമം വേതനമാണിത്. നൈജീരിയയുടെ ഏറ്റവും വലിയ ശത്രു അഴിമതി തന്നെയാണ്. NNPCയുടെ അഴിമതി ബില്യൺ കണക്കിലാണെന്ന് നമ്മൾ പറഞ്ഞു. സാനി അബാച്ച എന്ന് പറയുന്ന മിലിറ്ററി തലവനുണ്ടായിരുന്ന കാലത്ത് കമ്പനികൾ ഡിവിഡൻഡുകൾ വരെ വഴിമാറ്റിയിരുന്നു അത്രേ. കണക്കുകൾ മാച്ച് ചെയ്യാതിരുന്നത് ഇതുകൊണ്ടാണത്രേ. ഇന്നും അതേപടി തുടരുകയാണ്. ഓയിൽ സമ്പത്ത് കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ 90% വരുമാനവും വരുന്നത്. വലിയ ഓയിൽ സമ്പത്തുണ്ടായിട്ടും ജനങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരമെത്തുന്നില്ല.
അത് ചില പോക്കറ്റുകളിലേക്ക് മാത്രം പോവുകയാണ്. ഒരു സിസ്റ്റമാറ്റിക് പ്രശ്നമാണിത്. ട്രാൻസ്പെറൻസി ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. ഫലമോ രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിച്ചിരിക്കുന്നു, അസമത്വം വർദ്ധിച്ചിരിക്കുന്നു. നൈജീരിയയുടെ GDP എന്ന് പറയുന്നത് ലോകത്ത് 27ാം സ്ഥാനത്ത് നിൽക്കുന്ന GDP ആണ്. പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 163ാം സ്ഥാനത്താണ്. ഏറ്റവും താഴെയാണ് നൈജീരിയയുള്ളത്. സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്തിൻ്റെ യഥാർത്ഥ വിതരണം നടക്കുന്നില്ല. ഈ അഴിമതി തുടരുന്നത് ജനങ്ങളെ കൊല്ലുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല നൈജീരിയയുടെ വിഷയം, സാമൂഹിക വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ട്. നൈജീരിയയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് സ്ഥിരം കാഴ്ചകളാണ്. ബോക്കോ ഹറം തുടങ്ങിയ സംഘടനകളാണ് ഈ ട്രെൻഡ് തുടങ്ങി വെച്ചത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുകയാണത്രേ. സ്വന്തം മതത്തിൽപ്പെടാത്തവരുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അവയെ മോചിപ്പിക്കാൻ ധനം ആവശ്യപ്പെടുന്നു. വലിയ തുകകളൊന്നുമല്ല, 1000-ഓ 2000-ഓ ഡോളർ കൊണ്ട് കുട്ടികളെ തിരിച്ച് മോചിപ്പിച്ച് നൽകും. എന്തുകൊണ്ടാണിത്? ദാരിദ്ര്യമാണ്. ഒരു സാധാരണ മനുഷ്യന് മാസം $46 കൊണ്ട് എങ്ങനെ കുടുംബത്തിൻ്റെ ചെലവ് നോക്കാനാണ്? പക്ഷേ ഭീകരർ ഈ അവസരവും ബിസിനസ്സാക്കി മാറ്റുകയാണ്. നൈജീരിയയുടെ ചരിത്രം പരിശോധിച്ചാൽ സങ്കീർണമാണ് നൈജീരിയ. വംശീയത കൊടികുത്തി വാഴുന്നിടം, അനേകം വംശീയ വിഭജനങ്ങൾ നിലനിൽക്കുന്ന ഇടം. 1960-ലാണ് നൈജീരിയ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പബ്ലിക്കായി, ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററി ഭരണങ്ങളുണ്ടായി, സിവിൽ വാറുകളുണ്ടായി. പക്ഷേ അപ്പോഴൊക്കെ നൈജീരിയയെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ പിടിച്ചു നിർത്തുന്നത് ഓയിൽ ബൂമായിരുന്നു. പക്ഷേ ഓയിൽ ബൂം ഉണ്ടായിട്ടും ആ സമ്പത്ത് ജനങ്ങളിലേക്ക് എത്താതെ, ആ സമ്പത്തിൻ്റെ ഉപകാരം ലഭിക്കാതെ നൈജീരിയക്ക് ഓയിൽ ഒരു ശാപമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇതുമാത്രമല്ല, ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷങ്ങൾ. നൈജീരിയയിൽ 234 മില്യൺ ജനങ്ങളാണുള്ളത്. ഏതാണ്ട് 23.5 കോടി ജനങ്ങൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട് ഇവയിൽ. പക്ഷേ അവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, ഭീകരാക്രമണങ്ങൾ, ഇതിലൂടെ ആയിരക്കണക്കിന് പേരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഭീകരർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന വാർത്തകൾ പലപ്പോഴായി കേൾക്കാറുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇതിലൊന്നും ഗവൺമെൻറ് ഇടപെടുന്നില്ലെന്ന ആരോപണം ഒരു ഭാഗത്ത് ശക്തമാണ്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരാമർശം വിവാദമാകുന്നത്. ഈ അടുത്ത് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത് ക്രിസ്തുമതം നൈജീരിയയിൽ ഒരു നിലനിൽപ്പിൻ്റെ ഭീഷണിയിലാണ് എന്നാണ്. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന് ഉത്തരവാദികൾ എന്നെല്ലാം ട്രംപ് പറയുകയാണ്. നൈജീരിയയെ കൺട്രി ഓഫ് പെർട്ടിക്കുലർ കൺസേൺ എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. നൈജീരിയൻ ഗവൺമെൻറ് ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കിടയിൽ കൊലപാതകങ്ങൾ അനുവദിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അമേരിക്ക നൈജീരിയക്കുള്ള എല്ലാ സഹായവും നിർത്തും എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. നൈജീരിയൻ പ്രസിഡൻ്റായ ബോല ടിനുബു ഇതിന് തിരിച്ചടിച്ചത് നൈജീരിയ എന്ന് പറയുന്നത് മതസഹിഷ്ണുതയുള്ള രാജ്യമാണ്, ഇങ്ങനെയുള്ള ചിത്രീകരണങ്ങളൊന്നും ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥയല്ല എന്നാണ്. പക്ഷേ ട്രംപ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതു മുതൽ ലോകം നൈജീരിയയിലേക്ക് വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ട്രംപിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടായിരിക്കാം, പക്ഷേ ഭീകരതയ്ക്കെതിരെ നൈജീരിയൻ ഗവൺമെൻറ് അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗവൺമെൻറ്റുകൾ നടപടിയെടുക്കേണ്ട സാഹചര്യം നൈജീരിയയിലുണ്ട്. അഴിമതിയും ദാരിദ്ര്യവും ആ രാജ്യത്തുണ്ട്. അവ ഭീകരതയുടെ വേരുകളായി അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ട്രംപ് പറയുന്ന പോലെ നൈജീരിയ ഒരു ഡിസ്ഗ്രേസ്ഡ് കൺട്രി ഒന്നുമല്ല, ഒരു റൈസിംഗ് ജയൻ്റാണ് നൈജീരിയ. ടാക്സ് സംസ്കാരവും NNPC റിഫോമും ഭീകരതയ്ക്കെതിരായ ശക്തമായ നടപടികളുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നൈജീരിയ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ട്രംപിൻ്റെ വിമർശനം ഒരു മിററായി കണ്ട് നൈജീരിയൻ ഗവൺമെൻറ് മാറ്റം കൊണ്ടുവരികയാണ് വേണ്ടത്. നമ്മൾ മുമ്പ് സുഡാനെക്കുറിച്ച് സംസാരിച്ചതുപോലെ ധാതു വിഭവങ്ങൾ, എണ്ണപ്പാടങ്ങൾ, സ്വർണ്ണഖനികൾ, ഇങ്ങനെ ഗവൺമെൻറ്റിന് വരുമാനമുണ്ടാക്കാൻ ഒട്ടേറെ നിരവധി അനുഗ്രഹങ്ങളുള്ള സമ്പത്തുകളുള്ള രാജ്യമാണ് നൈജീരിയ എന്ന് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതകൾ മൂലം ആ ജനങ്ങൾക്ക് ഈ സമ്പത്തിൻ്റെ ഉപകാരം ലഭിക്കുന്നില്ല. പകരം പട്ടിണിയും ദാരിദ്ര്യവും ഭീകരതകളുമൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിന് നൈജീരിയൻ ഗവൺമെൻറ്റിനെ പോലെ തന്നെ നൈജീരിയയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിദേശ ശക്തികളും ഒരുപോലെ കാരണക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം.